ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ശിവാനി കളികൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധര ഇനി നിധിയുടെ മൂല്യം എത്രമാത്രം വലുതായിരുന്നു, നിധിയെ ഞാൻ തള്ളി പറയാൻ പാടില്ലായിരുന്നു എന്ന ആ സത്യം വസുന്ധര മനസ്സിലാക്കുന്ന ആ സീനുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ നിധി ശിവാനി ഇങ്ങനെ ഗൗതമിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗൗതമിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ വസുന്ധര ആൻറ്റി ശരിക്കും അവരോട് ചതിയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ദത്തപുത്രനാണെന്ന് അവർക്കറിയായിരുന്നു, എന്നിട്ടും ഗൗതമിനെ അത് അറിയിച്ചു കൊടുത്തില്ല. ഇപ്പോൾ അറിഞ്ഞപ്പോൾ, കമ്പനിയിൽ എല്ലാവരും അറിഞ്ഞപ്പോൾ ഇനിയും അവനോട് ചതിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പാവത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൗതമിനോട് ഓരോന്നിങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ ഗൗതം അത് വിശ്വസിച്ച് പോവാണ് കേട്ടോ. ഗൗതമിന് ആ സമയം അത് ശരിയാണെന്ന് തോന്നാണ്. ഇനിയിപ്പോൾ കമ്പനിയിൽ എല്ലാവരും ദത്തപുത്രനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് തൻ്റെ പേരിൽ ആ സ്വത്തുക്കളെല്ലാം എഴുതി വെക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ഇങ്ങനെ ശിവാനി ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ. ഇതേ സമയം ഗൗതമാണെങ്കിലോ വല്ലാതെ തളരാണ്. ശിവാനി പറയുന്നത് ശരിക്കും ഓക്കെയാണ് എന്നുള്ള ഇങ്ങനെ തോന്നി തുടങ്ങാണ്. ഈ സമയം ശിവാനി ആണെങ്കിലോ ഞാൻ പറഞ്ഞത് എന്തായാലും ഏറ്റിട്ടുണ്ട്. അപ്പോഴാണ് വസുന്ധര ആ വഴി വരുന്നത്. വസുന്ധര ഇങ്ങനെ വരികയാണ്, എവിടെ എൻ്റെ ഗൗതം എവിടെ? അപ്പോഴേക്കും നിധിയും പാറുവും ഒക്കെ വരികയാണ്. ശിവാനിയും ഉണ്ട്. അതെ, ഒരു സർപ്രൈസ് ഉണ്ട്, അത് പറയാനാണ്, ഒരു സന്തോഷ വാർത്ത, എല്ലാവർക്കും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ ഗൗതം? അത് കേട്ടോടെ തന്നെ ഗൗതം ഇതിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വരികയാണ്. ഗൗതമിന് ഇത് എന്താണെന്ന് ഏകദേശം ശിവാനിയുടെ വായിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗൗതം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുക. എന്താണെന്ന് ചോദിക്കുമ്പോൾ, മോനെ, ഈ അമ്മ നിനക്ക് വേണ്ടി വലിയൊരു സർപ്രൈസ് നൽകുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷവാന്മാരായി നിൽക്കുകയാണ്. അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട്. നിന്നോട് പറയേണ്ട കാര്യമില്ല, എൻ്റെ മകനോട് പറഞ്ഞാൽ മതി എന്ന് അപ്പം തന്നെ വസുന്ധര തിരിച്ചടി കൊടുക്കുന്നിട്ടാ. ഇതേ സമയം പാറു എന്താ വസു എന്ന് പറയുമ്പോൾ, ഏട്ടത്തി എല്ലാവരോടും ഒരുമിച്ച് പറയാം, ഏട്ടത്തി അപ്പോൾ കേട്ടോളൂ എന്ന് പറയുന്ന. അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് തന്നെ ഗൗതം വന്നുടനെ പറയാണ്, ഗൗതമിനോട് പറയണേ, മോനെ, ഇനി നിന്നെ ആരും അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. എൻ്റെ മോൻ എൻ്റെ മകൻ തന്നെയാണ്, ഈ അമ്മയുടെ മോൻ. ഈ അമ്മയുടെ എല്ലാ സാമ്രാജ്യങ്ങളും നിന്റെ കൈകളിലാക്കി എന്നുള്ളതാണ് ഈ രേഖകളിലുള്ളത്. അതിന് ഇനി ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം നിനക്കാണ്, നീയാണ് എൻ്റെ കമ്പനിയുടെ എല്ലാം എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന നിധി കൺഗ്രാറ്റുലേഷൻ എന്ന് പറയുന്നുണ്ട്. ഗൗതം, നിനക്ക് നല്ലൊരു സർപ്രൈസ് തന്നെയാണല്ലോ വസുന്ധരാൻ്റെ നൽകിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതമിൻ്റെ മുഖം വലിയൊരു ഇതൊന്നുമില്ല കേട്ടോ, ഒരു പുച്ഛഭാവമാണ് തോന്നുന്നത്. ഇവർ ഇനിയും എന്നെ തളർത്തുകയാണ് എന്ന ആ ഒരു ഭാവത്തോടു കൂടിയാണ് കേട്ടോ നോക്കുന്നത്. അതേസമയം ഗൗതം, ഞാൻ ഇത്രയും വലിയ സന്തോഷ വാർത്ത പറഞ്ഞിട്ടും നീ എന്താ ഒരു തീരുമാനം എടുക്കാത്ത? അപ്പോൾ പാറു പറയുന്നുണ്ട്, ഗൗതമിന് എല്ലാം കൈമാറാൻ ഇനിയൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ എന്തായാലും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കും. അന്ന് ഗൗതം ആ കമ്പനിയുടെ മുതലാളിയായി, ഇനി ആ കമ്പനി നടത്തുന്ന ഗൗതമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്നത് ശിവാനിയുടെ മുഖം മാറി പറയണേ, ഈശ്വര, എൻ്റെ പ്ലാന് വർക്കായെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ല എങ്കിൽ ഇവനായിരിക്കും എല്ലാത്തിൻ്റെയും മുതലാളി എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ആ സമയമാണെങ്കിലോ ഇങ്ങനെ ശിവാനി ഇങ്ങനെ ആ ഒരു പേടിയോട് ഒന്നുകൂടി നിൽക്കുമ്പോൾ വസുന്ധര പറയണേ, എൻ്റെ മോനെ, നീ ഇത് നോക്കുക, അമ്മയുടെ മകന് ഞാൻ തരുന്ന സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കാൻ കൊടുക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഗൗതം ആ പേപ്പറുകൾ അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. ഇതോടുകൂടി ഗൗതം, നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് നിധി ചോദിക്കുകയാണ്. നിധി ചോദിച്ചതിനോട് കൂടിയിട്ട് ഗൗതം പറയണ, നീ ഇതിലിടപെടേണ്ട, ഇത് ഞാനും ഇവരും തമ്മിലുള്ള കാര്യമാണ്. അത് കേട്ട ഉടനെ തന്നെ ഗൗതം, എന്തിനാ മോനെ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ പറയണേ, പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇനിയും എന്നെ പറ്റിക്കുകയാണ്. ഇത്രയും നാളും ദത്തപുത്രനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നു. ഇനിയും മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ ഇങ്ങനെ അപമാനിതനാക്കാൻ ഇനി എനിക്ക് കഴിയില്ല. നിങ്ങളുടെ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഉടൻ തന്നെ ഗൗതം, ഞാനൊന്ന് പറയട്ടെ. അപ്പോഴേക്കും പാറു പറയുന്നുണ്ട്, മോനെ, നീ നിൻ്റെ അമ്മ നിനക്ക് ആത്മാർത്ഥമായി തരുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുന്നുണ്ട്, മോനെ, നീ എൻ്റെ മകൻ തന്നെയാണ്, ഒരിക്കലും ഞാൻ നിന്നെ ദത്തപുത്രനായി കണ്ടിട്ടില്ല, നീ എൻ്റെ മകനാണ്, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇതേ സമയം നിധി വീണ്ടും, ഗൗതം ആത്മാർത്ഥമായാണ് വസുന്ധരാൻ്റെ ഇത് തരുന്നത്, അത് വാങ്ങി, നീ ഇതിൽ ഇടപെടേണ്ട, ഇതിൽ നീ മിണ്ടരുത് എന്ന് പറയും കേട്ടോ. പിന്നീടാണെങ്കിലും ശിവാനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ ശിവാനി പറയണേ, ഗൗതം പറയുന്നതിലും കാര്യമുണ്ട്, ഇപ്പോൾ കമ്പനിയിൽ എല്ലാവരും അറിഞ്ഞിട്ട് അതിൻ്റെ വകയായി കൊടുത്തു എന്ന് നാളെ ആളുകൾ പറയില്ലേ. അത് കേട്ട ഉടനെ വസുന്ധരയ്ക്ക് ദേഷ്യം പിടിച്ച് ശിവാനിയോട് പറയണം, ശിവാനി വേണ്ട,
വേണ്ടാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട. ഇനി നീ ഇവിടെ എന്തെങ്കിലും സംസാരിച്ച അല്ലാണ്ട് ഞാനുള്ളതുപോലെ പറഞ്ഞത് അതിലെന്താ അത്ര തെറ്റ്? നീ എന്തെങ്കിലും ഇനി വാ തുറന്ന് സംസാരിച്ച നിന്റെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് തരും ഞാൻ, വായ അടക്കിക്കോ എന്ന് പറയാനായിട്ടാ. പിന്നീട് ഗൗതമിനോട് വസുന്ധര വീണ്ടും കെഞ്ചാണ്, മോനെ ഞാൻ നിന്നെ മകനായി തന്നെയാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ മകന് യാതൊരു കുറച്ചിലും പാടില്ല. അവിടെ ഇന്നലെ നിന്നെ എല്ലാവരും കളിയാക്കിയെങ്കിൽ ഇനി നാളെ മുതൽ അതുണ്ടാവില്ല. നിനക്ക് ഏറ്റവും വലിയ ഉയർച്ചയാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ കമ്പനി നിന്റേതായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വസുന്ധരയുടെ സാമ്രാജ്യങ്ങളെല്ലാം നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള പേപ്പേഴ്സുകളാണ്. എൻ്റെ മകൻ അതിലൊന്ന് സൈൻ ചെയ്യൂ, അത്രമാത്രം ചെയ്തെന്നാൽ മതി, ബാക്കി അമ്മ ഏറ്റു എന്നൊക്കെ പറയാനിട്ടാ. എൻ്റെ മോനെ എൻ്റെ സ്നേഹം തിരിച്ചറിയണം, ഞാൻ കപടമാക്കല്ല, നിന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത്രയും കാലം ഈ അമ്മ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറയുമ്പോൾ ഗൗതമിന് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഗൗതമിന് ഇങ്ങനത്തെ ദേഷ്യം വരികയാണ്. അങ്ങനെ ഗൗതം ആ പേപ്പറുകൾ എങ്ങനെ വസുന്ധര നിലത്ത് നിന്ന് പെറുക്കുന്നത് കാണുമ്പോൾ തന്നെ പാവം തോന്നും കേട്ടോ. അത്രയും മകനെ സ്നേഹിച്ചും കൊണ്ടാണ് വസുന്ധര ആ പേപ്പറുകൾ പെറുക്കുന്നത്. ആ പേപ്പറുകളെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷം ഗൗതമിൻ്റെ കയ്യിലങ്ങ് കൊടുക്കുമ്പോൾ ഗൗതം അത് വാങ്ങുമ്പോൾ വസുന്ധരക്ക് സമാധാനമാവാണ്. തൻ്റെ മകൻ തൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി ഗൗതം അത് വാങ്ങാൻ ഒരുങ്ങുക എന്ന് കരുതിയിട്ട് വസുന്ധര സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ ഗൗതം ആ പേപ്പറുകളെല്ലാം എടുത്ത് പിച്ചി ചീന്തിയാണ് താഴോട്ടിടുമ്പോൾ ശിവാനിക്ക് സമാധാനമാവുകയാണ്. അതുവരെ ശിവാനി പേടിച്ചതാണോ എന്ന പേടിച്ചത് സംഭവിക്കുമെന്ന പേടിയിൽ നിൽക്കാനായിട്ടാ. അങ്ങനെ അവിടെ നിന്നും ഗൗതം അങ്ങ് പോകുമ്പോൾ വസുന്ധര പൊട്ടിക്കരയാനായിട്ടാ. അപ്പോഴേക്കും പാറുവിന് സങ്കടമാവാണ്. വസുവിന് ആത്മാർത്ഥമായാണ് നമ്മുടെ ഗൗതമിന് ഇതൊക്കെ എഴുതി കൊടുത്തത്. പക്ഷെ അവൻ എന്ന് പറയുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അത് കേട്ട നിധി പറയുന്നത്, വസുന്ധരാൻ്റി നിങ്ങൾ സങ്കടപ്പെടേണ്ട, എന്തായാലും ചെയർമാൻ സ്ഥാനം ഗൗതം തന്നെ ഏറ്റെടുക്കും, അതിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, വസുന്ധരാൻ്റി സമാധാനപ്പെടും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങനെ നിധി പോകുമ്പോൾ നിധിയെ എങ്ങനെ വസുന്ധര നോക്കിക്കഴിഞ്ഞിട്ട് ഈ ഒരു പേപ്പറുകൾ കൊടുന്നപ്പോൾ താൻ ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിധിയെ തള്ളി മാറ്റിയ ആ നിധി തൻ്റെ മകൻ തന്നെ തള്ളി പറഞ്ഞപ്പോൾ തനിക്ക് തണലായി വന്ന ആ ഒരു രംഗത്തെക്കുറിച്ച് ഇങ്ങനെ വസുന്ധര ചിന്തിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി സിക്ക് വിളിക്കണേ, എന്തായി മോളെ കാര്യങ്ങൾ? അങ്കിൾ പറഞ്ഞതുപോലെ ഞാനെല്ലാം ചെയ്തു, അത് സക്സസ് ആയിരിക്കുന്നു. അവൻ ആ പേപ്പറുകൾ പിച്ച് ചീന്തി ആണോ? അവൻ ആ സാമ്രാജ്യം ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അവനത് ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ എൻ്റെ അങ്കിൾ ആൻറ്റി എല്ലാം അവൻ്റെ തലയിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഇനി വിജയിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. പിന്നീടാണെങ്കിലോ ശിവാനി പറയണ അവനും ഈ വീട് വിട്ട് ഇറങ്ങണം, അവനൊരു ദത്തപുത്രനാണെന്ന തോന്നലുകൊണ്ട് തന്നെ അവൻ ഈ വീട് ഒഴിവാക്കി പോകണം, അതാണ് എൻ്റെ ആവശ്യം. ഈ പ്ലാൻ നീ ചെയ്തത് കൊണ്ട് തന്നെ ഇനി ആ ആവശ്യം ഞങ്ങൾ ബാക്കി ചെയ്തു തരാം. നാളെ രാവിലെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ ഇനി വലിയൊരു സർപ്രൈസ് നിനക്ക് ഉണ്ടാവും, നീയും കൂടി അവിടെ വരണം. അതെന്താ സർപ്രൈസ്? അത് നേരിട്ട് തന്നെ കാണണ്ടേ? സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആ സർപ്രൈസ് അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നു കേട്ടോ. ഇത് ഗൗതമിന് നിധിക്കുള്ള ഒരു വീഴ്ചയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഒരു സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഗൗതമിൻ്റെ അടുത്തോട്ട് നിധി ചെല്ലാണ്. ഗൗതം ഞാനൊന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ട, നീ പറയാൻ പോകുന്ന അവർ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു തരുമ്പോൾ നീ അത് വാങ്ങുക ഗൗതം, നീ ഇങ്ങനെ ആവരുത് എന്നൊക്കെ ആയിരിക്കും. എന്നാൽ എന്നോട് നീ അത് പറയണ്ട, എന്നെ നീ ഉപദേശിക്കാനും നോക്കണ്ട. ഈ വീട്ടിൽ നിന്ന് എന്നോ പടിയിറങ്ങണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ്, എന്നാൽ അത് തടസ്സമിട്ടത് നീയാണ്, പടിയിറങ്ങിയതുമാണ് ഞാൻ. ഇനിയിപ്പോൾ അതിൻ്റെ അകലം കൂടുകയില്ല, അടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇവരുടെ സ്വത്തും പ്രതാപവും ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി വിചാരിച്ചിട്ട് പോലും ഗൗതമിനെ മാറ്റാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു വണ്ടി വന്ന് ഇറങ്ങുന്ന അതിൽ ആ പോലീസുകാരിയാണ് കേട്ടോ. ആ പോലീസുകാരിയെ കാണുമ്പോൾ ഉടൻ തന്നെ പാറവും അതുപോലെ തന്നെ നിധിയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ എവിടെ ഗൗതം? അപ്പോൾ ഉടൻ നിധി പറയുന്നുണ്ട് അകത്തോട്ട് കയറിയിരിക്കും മാഡം. ഗൗതമിന് ഇത്രയും വലിയ സർപ്രൈസ് ഉണ്ടാവുമ്പോൾ അവൻ എന്താ എന്നോ വിളിച്ച് പറയാതിരുന്ന, ഗൗതം എവിടെ? അപ്പോൾ ഉടൻ തന്നെ കാറ്റും വെയിലൊക്കെ കൊണ്ടു നിൽക്കുന്നതല്ലേ സുഖം, അതിൻ്റെ ഒരു സുഖം വേറെയല്ല, അതുകൊണ്ട് ഗൗതമിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ ഗൗതം വരുന്നു കേട്ടോ. ശിവാനി മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം, നീ എന്നോട് ഇത്രയും വലിയ സർപ്രൈസ് നിനക്ക് ഉണ്ടായിട്ടും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് കേൾക്കുന്ന ഗൗതം, എന്ത് സർപ്രൈസ് ആണ് ഈശ്വര, ഞാൻ ഇവരോട് പറയാതിരുന്ന ഭാവത്തിൽ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്റെ ഭാര്യ നിധി എന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാനിട്ടാ. അത് കേൾക്കാനായി ആകാംക്ഷയോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ.